നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സത്യവാങ്മൂലം, സമ്മതപത്രം എന്നിവ സമർപ്പിക്കുന്നതിന് 200 രൂപയുടെ മുദ്രപത്രത്തിലാണല്ലോ നാം എല്ലാം തയ്യാറാക്കി നൽകുന്നത്. എന്നാൽ അതിന്റെ ആവശ്യം 50 രൂപയുടെ മുദ്രപത്രത്തിൽ മതി എന്നാണ് പുതിയ ഉത്തരവിൻ പ്രകാരം അറിയുവാൻ സാധിക്കുന്നത്. 1959 കേരള മുദ്രപത്ര നിയമപ്രകാരം സത്യവാങ്മൂലം എഴുതി സമർപ്പിക്കുന്നതിന് ശരിയായ മുദ്രവില 50 രൂപയാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിൽ 200 രൂപയുടെ മുദ്രപത്രത്തിൽ അഫിഡവിറ്റുകൾ, സമ്മതപത്രങ്ങൾ എന്നിവ തയ്യാറാക്കി കൊണ്ടുവരാൻ നിർബന്ധിക്കുന്നുവെന്നും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും ഉള്ള പരാതിയിന്മേലാണ് തീരുമാനം. 1959 കേരള സ്റ്റാമ്പ് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി 50 രൂപയും നോട്ടറൈസേഷന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി 100 രൂപയും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യവാങ്മൂലം, സമ്മതപത്രം, നോട്ടറൈസ്ഡ് ചെയ്യേണ്ട രേഖകൾ, കരാറുകൾ മുതലായവ മുദ്രപത്രത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ഓരോ അപേക്ഷകന്റെയും ആവശ്യകത അനുസരിച്ച് ഓരോ രേഖയുടെയും സ്റ്റാമ്പ് ഡ്യൂട്ടി വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും 1959 കേരള മുദ്രപത്ര നിയമത്തിലെ പട്ടികയിലെ ക്രമ നമ്പർ 4 വ്യവസ്ഥ ചെയ്തിട്ടുള്ള സത്യവാങ്മൂലം, സമ്മതപത്രം എന്നിവയ്ക്ക് 200 രൂപയുടെ മുദ്രപത്രം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. ആയതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1959 കേരള മുദ്രപത്ര നിയമത്തിലെ പട്ടികയിൽ ക്രമ നമ്പർ 4 വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഇനങ്ങൾക്ക് നിലവിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം 50 രൂപയുടെ മുദ്രപത്രം ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരും. ഈ ഓർഡർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാർക്കും അറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് 50 രൂപയുടെ മുദ്രപത്രം മാത്രം ഉപയോഗിച്ചാൽ മതിയാകുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക.